മൈക്രോ ഫിനാൻസ് വായ്പ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിജിലൻസ് മുൻപേ കണ്ടെത്തിയെന്നും വിജയകുമാർ. തന്റെ ഒപ്പില്ലാതെയുള്ള വ്യാജരേഖകളാണ് വായ്പ അനുവദിച്ചുകൊണ്ടുള്ള പല ഫയലുകളിലും ഉള്ളതെന്നും വിജിലൻസിന് മൊഴി നൽകിയ ശേഷം വിജയകുമാർ റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് വിളിച്ചപ്പോൾ വിജിലൻസിൻ്റെ SP എനിക്ക് കുറേ പേപ്പർ കാണിച്ചു തന്നു. അതിൽ ഞങ്ങളിവിടെയൊക്കെ ഓരോ യൂണിറ്റുകൾക്കും വിതരണം നടത്തിയതായിട്ട് ആരോ എഴുതി കൊടുത്ത കുറേ പേപ്പർ തന്നു. അതൊന്നും ഞാൻ സൈൻ ചെയ്തിട്ടില്ല, എൻ്റേതല്ല. അത് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം ഞങ്ങളിവിടെ ചെക്ക് കൈമാറിയതിനൊക്കെ മുമ്പേ ഈ ഫണ്ട് വിതരണം ചെയ്തതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഒരു മാസം മുമ്പ് ഇവിടെ എല്ലാ സ്ഥലത്തും ഈ ഫണ്ട് വാങ്ങി വിതരണം ചെയ്തുകൊണ്ടൊക്കെ. പക്ഷേ അതിൽ ആ തീയതിയിലെ വ്യത്യാസം അത് അവിടുത്തെ അന്നത്തെ വിജിലൻസ് SP തന്നെ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും ഞങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ ചെക്ക് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പൈസ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുമ്പെങ്ങും ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാത്തിരിക്കുന്നത്. 100-ലേറെ മൈക്രോ ഫിനാൻസ് കേസുകളിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവയിൽ 4-ലെങ്കിലും 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എല്ലാത്തിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്ത് വരും. ഇതിന്റെ ഭാഗമായാണ് വിജയകുമാർ അടക്കം 10ഓളം സുപ്രധാന സാക്ഷികളുടെ മൊഴികൾ അവസാന ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി അനിൽ ഇമ്മാനുവൽ ചേരുന്നു. അനിൽ ഇമ്മാനുവൽ, ഗുഡ് മോർണിംഗ്. അനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത് ഇപ്പോൾ വിജയകുമാർ നൽകിയതുപോലെയുള്ള മൊഴികളാണ് ഈ 10ഓളം സാക്ഷികൾ നൽകിയതെങ്കിൽ അതുമാത്രം മതി നിലവിൽ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന് കുരുക്ക് മുറുകാൻ. 4-5 കുറ്റപത്രമെങ്കിലും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് SN ട്രസ്റ്റ് സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിയേണ്ടി വരില്ലേ? ചുരുക്കത്തിൽ കുരുക്കായി മാറുകയാണോ മൊഴികൾ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വലിയ കുരുക്കാവുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെയുള്ള മൊഴികളാണ് കേരളത്തിലെ പല ഭാഗത്തു നിന്നും ആളുകൾ മുൻപ് യൂണിയൻ ഭാരവാഹികളായിരുന്നവർ വിജിലൻസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ ചിലരെങ്കിലും മുൻപ് മൊഴികൾ നൽകിയവരാണ്. മറ്റു ചിലർ മുൻപെങ്ങും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊലച്ചതിയാണ് പാവപ്പെട്ട ആളുകളോട് ചെയ്തത്, അല്ലെ സമുദായ അംഗങ്ങളോട് ചെയ്തത് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അവർക്ക് നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനായി മൈക്രോ ഫിനാൻസ് വായ്പകൾ നൽകാൻ എന്ന പേരിൽ എടുക്കുന്ന തുകയാണ് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് ബിസിനസ് ചെയ്യാനും അതിലൊരു വിഹിതം അദ്ദേഹത്തിന് തന്നെ വാങ്ങിച്ചെടുക്കാനും എല്ലാമായി ജനറൽ സെക്രട്ടറി ഇത്തരം തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നത്. ഇതിൽ വിജയകുമാർ പറഞ്ഞത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അതായത് തിരൂർ യൂണിയൻ അക്കാലത്ത് 2003 ഓർക്കണം 7 ലക്ഷം രൂപ, തിരൂർ യൂണിയന് 7 ലക്ഷം രൂപ വരുന്നു. പക്ഷേ യൂണിയൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയോ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.